ഫദ്വാസ് കിച്ചണിലെ ഷിബിനെ ചെയ്താട്ടോ. ഇഷ്ടപ്പെട്ടോ ബിരിയാണി? എത്രത്തോളം രസമുണ്ട്? 10 രസമുണ്ടോ? ഒക്കെ തിന്നാട്ടോ, എരിവൊന്നുമില്ലല്ലോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചോറിന്റെ റെസിപ്പിയുമായിട്ടാണ്, ചിക്കൻ കാബിരി. അപ്പൊ ഞാൻ ഫദ്വാസ് കിച്ചണിലാണ് കേട്ടോ ആദ്യമായിട്ട് ഈ കാബിരി റൈസ് കേൾക്കുന്നത്. പിന്നെ എനിക്കൊരു റിക്വസ്റ്റും ഉണ്ടായിരുന്നു കാബിരി ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ചിക്കൻ കാബിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് ഏകദേശം 1 കപ്പോളൊക്കെ സൺഫ്ലവർ ഓയിൽ ചേർക്കേണ്ടി വരും. അപ്പൊ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്യുക. അപ്പൊ ഏകദേശം ഈ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പൊ ഇത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ചിക്കനിലോട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത കുറച്ച് സവാള ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇതേ എണ്ണയിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ഞാനിവിടെ 2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ 2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊക്കെ നമുക്ക് ചോറ് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ സവാള, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ റൈസിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇനി ഞാനൊരു ചെറിയ ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഇനി നല്ല ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഈ റൈസിന് സുർബിയാന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു വെറൈറ്റി റൈസ് തന്നെയാണ്. ബിരിയാണിയും കപ്സയുടെയും ഒരു മിശ്രിതം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ബിരിയാണിയിലും കപ്സയിലും ചേർക്കുന്നതൊക്കെ ഇതിലും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ക്യാരറ്റ് കനം കുറച്ച് അരിയാട്ടോ, എന്നാലാണ് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുക. അപ്പൊ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒരു സ്ട്രൈനറിലേക്ക് മാറ്റുക, എന്നാലാണ് ഇതൊക്കെ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ചോറ് ഗാർണിഷ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സവാള വറുത്ത എണ്ണയിൽ നിന്ന് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു പാനിലോട്ട് ചേർക്കാം. നമ്മൾ ഏത് പാനിലാണോ ദം ചെയ്യുന്നത് അതിലോട്ട് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് 2 പട്ടയാണ്, കറുവപ്പട്ട, അതുപോലെ 3 ഏലക്ക, 3 ഗ്രാമ്പു, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പൊ ഈ എണ്ണയിലേക്ക് ഇനിയും നമ്മൾ സവാള ചേർക്കണം. അപ്പൊ 3 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് വഴറ്റി എടുക്കണം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് വഴറ്റി എടുത്താൽ മതി. അപ്പൊ സവാള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 6 പച്ചമുളക് ചതച്ചതാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ഒരു വലിയ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി ഒരു 2-3 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ചേർക്കുന്നില്ല. എരിവിന് വേണ്ടി കുരുമുളക് പൊടിയും അതുപോലെ പച്ചമുളകുമാണ് ചേർക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പച്ചച്ചുവ മാറിയതിന് ശേഷം ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി പേസ്റ്റ് ആക്കിയിട്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ വലിയ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ഒക്കെ എടുത്താൽ മതി. അപ്പൊ ഈ തക്കാളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ തക്കാളിയൊക്കെ ഇവിടെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്, പച്ചച്ചവ എല്ലാം മാറി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കൻ മാഗി ക്യൂബാണ്. അപ്പൊ ഞാൻ 2 എണ്ണം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ കറി മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കപ്സ മസാല 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും കപ്സ മസാല പാക്കറ്റ് ആയിട്ട്. അതാണ് ഇപ്പൊ ഞാൻ വാങ്ങിച്ചിട്ട് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. അപ്പൊ ചിക്കൻ മാഗി ക്യൂബ് അത്ര ഹെൽത്തി ഒന്നും അല്ല, ഇനിയിപ്പോ അത് ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് തൈരൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പൊ പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങ നീരും തക്കാളിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പൊ മസാലയുടെ ഒക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ മസാലയും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടി വെള്ളമൊന്നും ചേർക്കണ്ട, ചിക്കൻ വേവാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പൊ നടച്ച് വെക്കാം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത അടുപ്പിൽ ചോറിനുള്ള പരിപാടികൾ ചെയ്യാം. കാബിരി എന്ന് പറഞ്ഞാൽ കപ്സിയും ബിരിയാണി മിക്സ് ചെയ്തിട്ടുള്ള റൈസാണ്. ഇതേ ശരിക്കും പറഞ്ഞാലേ
ഫദ്വാസ് കിച്ചണിലെ ഷിബിനെ ചെയ്താട്ടോ. അപ്പൊ ഫദ്വാസിന് കോപ്പി അടിച്ചിട്ടല്ലേ? കോപ്പി അടിക്കുന്നല്ലടി, ഫദ്വാസ് ഇപ്പൊ ഇത് ചെയ്യുന്നത് നമുക്കും കൂടി കാണാൻ വേണ്ടിട്ടല്ലേ. എന്തായാലും നിനക്ക് തിന്നാലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കോപ്പി അല്ല കോപ്പി എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഷിബിനെ ചെയ്യണത് എല്ലാവർക്കും കാണാൻ വേണ്ടിട്ടാണ്. കാണാൻ വേണ്ടിട്ട് അതുപോലെ കുക്കിംഗ് ചെയ്താണ്ട് നോക്കാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാണ്. കോപ്പി എന്ന് പറയാൻ പറ്റും. പിന്നെ ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് മാത്രം. പിന്നെ നമ്മള് കോപ്പി അടിക്കാന്ന് പറയുന്നത് ശരിയല്ലോ. ഇത് പറയാൻ പാടില്ല. ശരിക്കും അവര് ചെയ്യുന്നത് നമുക്ക് കൂടി ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ. ഒന്ന് കോപ്പി എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റി നമ്മൾ ചെയ്യാന്ന് മാത്രമേ. ഫദ്വാസിന് ഇഷ്ടമാവുള്ളൂ അവളുടെ റെസിപ്പി നമ്മളൊക്കെ ഷെയർ ചെയ്യുമ്പോ. പിന്നെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കാബരി മടിയൊക്കെ വിചാരിച്ചു അവളത് എടുത്ത് കോപ്പി അടിക്കാന്നൊക്കെ കമന്റ് വരില്ലായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോ എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഫദ്വാസ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്നും വെറൈറ്റി റൈസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് അല്ലേ. സൽക്കാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി റൈസ് ഒക്കെ ഉണ്ടാക്കി ഷൈൻ ചെയ്യാലോ. അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മള് ബിരിയാണി കപ്സൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ വെള്ളം ചൂടായിട്ടില്ല, വെള്ളം ചൂടായി വരണമെങ്കിൽ. അപ്പൊ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. അപ്പം ഞാൻ ചോറ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ അത്യാവശ്യം ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ റൈസൊക്കെ ഒട്ടിപ്പിടിക്കാതെ വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മുടെ റൈസ് നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഈ സമയത്ത് കുറച്ച് ഓയിലൊക്കെ ചേർത്താൽ. അപ്പോൾ കാബരി ഉണ്ടാക്കാൻ വേണ്ടത് ബസ്മതി റൈസ് ആണ്. ഞാനിപ്പോൾ 1 കിലോ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം എടുത്തതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റൈസ് വെന്തോളൂ, അധിക സമയമൊന്നും വേണ്ടി വരില്ല വേവാനായിട്ട്. ഇന്ത്യ ഗേറ്റിന്റെ സെല്ല ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളറിലെ റൈസ് നമ്മൾ കാബരി ഉണ്ടാക്കിയ രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വൈറ്റ് റൈസ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ സമയത്തൊന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് കണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് മുസമ്പിയുടെ സ്കിന്നാണ്. അപ്പോൾ നമ്മൾ സുർബിയാൻ ഉണ്ടാക്കിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു മുസമ്പിയുടെ സ്കിന്ന്. അപ്പോൾ നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ വലുതായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റൈസ് ഊറ്റിയെടുക്കുമ്പോൾ ഇത് കളയാൻ പെട്ടെന്ന് സാധിക്കും. പിന്നെ നമ്മൾ ചോറ് വേവിക്കുന്ന ഈ വെള്ളത്തിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഏലക്ക, ഗ്രാമ്പൂ, പട്ടയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഏതാണെങ്കിലും ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഈ റൈസിന് സുറുബിയാൻ്റെ ഒരു ഫ്ലേവറും ഉണ്ട് കേട്ടോ. സുറുബിയാൻ്റെ ഫ്ലേവറും ബിരിയാണിയുടെ ഫ്ലേവറും അതുപോലെ കപ്സയുടെ എല്ലാം പാടെ കൂടി ഒരു റൈസാണിത്. അപ്പോൾ ചിക്കന് ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇതിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഇപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ആദ്യം തന്നെ കുറച്ച് സവാളയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി നമുക്ക് ചോറ് ഗാർണിഷ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു പിടി മല്ലിയിലയും പുതിനയിലയാണ് കേട്ടോ. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കാം. പിന്നെ വേണ്ടത് മുസമ്പിയുടെ ജ്യൂസാണ്. അപ്പോൾ ഞാൻ ഒരു മുസമ്പിയുടെ ജ്യൂസാണ് കേട്ടോ ഈ റൈസിലിട്ട് മൊത്തത്തിൽ ചേർക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പകുതി ഇപ്പോൾ ചേർക്കാം, പകുതി പിന്നെ നമുക്ക് ദം ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ മുസമ്പി എന്നും പറയും, പുർതുകാൽ എന്നും പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ചേർത്തിട്ട് അത്ര വലിയ ഫ്ലേവറൊന്നും കിട്ടിയില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണത്തിൻ്റെ ജ്യൂസൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ റൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മുസമ്പിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ റൈസ് ഇപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മുസമ്പിൻ്റെ സ്കിന്നൊക്കെ ഇതിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് റൈസ് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരമൊന്നും റൈസ് വേവിച്ചെടുക്കണ്ട. പിന്നെ നമ്മളിത് ദം ചെയ്യുന്നും കൂടി ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മൾ ഊറ്റിയെടുക്കാൻ. ഒരു 90% റൈസ് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഊറ്റിയെടുക്കാം. ബാക്കി പിന്നെ ദം ചെയ്യുമ്പോൾ കുക്കായി വന്നോളും. അപ്പോൾ റൈസ് ഊറ്റിയെടുക്കാം കേട്ടോ. റൈസ് ഊറ്റിയെടുത്തിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടാണ് ദം ചെയ്യുന്നത്. അതൊക്കെ സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ റൈസൊക്കെ നമുക്കൊരു പാത്രത്തിലോട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഒത്തിരി ചാറാക്കി എടുക്കേണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഊറ്റി എടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ദം ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആദ്യം കുറച്ച് റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസിൽ നിന്നും തന്നെ നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കേണ്ട, കുറച്ചൊക്കെ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. കാരണം ദം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് റൈസ് ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക.
ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പിന്നെ അല്ലെങ്കിലും നമ്മൾ ദം ചെയ്യുമ്പോൾ നെയ്യൊക്കെ മെൽറ്റ് ആയിക്കോളും. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള, ക്യാരറ്റ്, കറിവേപ്പിൻ്റെ ഇല, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നമ്മൾ സവാള വറുത്ത് വെച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അതിൽ നിന്ന് ചേർക്കുന്നുണ്ട്. റൈസ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുസംബി ജ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത മുസംബി ജ്യൂസിൽ നിന്ന് ബാക്കിയുള്ളതാണിത്. ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചോറ് നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഇതിന്റെ മുകളിലേക്ക് വിതറി ഇട്ട് കൊടുക്കുക. പിന്നെ വെറൈറ്റി ആയിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് മുസംബി ജ്യൂസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ മുസംബി ജ്യൂസ് കുറച്ച് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാട്ടോ, നല്ല കൂടുതൽ ഫ്ലേവർ വേണമെന്നുള്ളവർക്ക്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മുസംബി ജ്യൂസും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ മുസംബിയുടെ ജ്യൂസ് എടുക്കാൻ. കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി ജ്യൂസ്. അപ്പോൾ 2 എണ്ണത്തിൻ്റെയൊക്കെ നോക്കി എടുക്കുക, എന്നാലാണ് നല്ല ഫ്ലേവർ കിട്ടുക. അപ്പോൾ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സിൽവർ ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഞാനിത് കവർ ചെയ്യുന്നത്, ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. വേണമെന്നുണ്ടെങ്കിൽ മൈദയൊക്കെ വെച്ചിട്ട് വേണമെങ്കിലും കവർ ചെയ്യുക, പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താലും മതി. പിന്നെ വിറകടുപ്പിൽ ദം ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ദം ചെയ്താലാണ് നല്ലൊരു ഫ്ലേവർ റൈസിനും ചിക്കനും ഒക്കെ കിട്ടുക. അപ്പോൾ നമുക്കിനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ദം ചെയ്യാൻ. ഒരു 10-20 മിനിറ്റ് ദം ചെയ്തെടുത്താൽ മതി. ഒരു 20 മിനിറ്റ് ഒക്കെ ദം ചെയ്യുക. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വേണം കേട്ടോ ചിക്കനിലും ചോറിലൊക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അന്ന് വിചാരിച്ച് ഒത്തിരി വെള്ളമൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ റൈസ് ഇപ്പോൾ ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തത്. റൈസൊക്കെ നല്ല വിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, ഓവറായിട്ട് കുക്കായിട്ടൊന്നുമില്ല. പിന്നെ ഞാനിതിലിട്ട് കളർ ചേർത്തിട്ടില്ല കേട്ടോ. ശരിക്കും കാബരി റൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലിട്ട് ഗ്രീൻ കളറും അതുപോലെ റെഡ് കളറും ചേർക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഫുഡ് കളർ റൈസിലോട്ട് ചേർക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. കാണാൻ ഭംഗിയിലല്ലല്ലോ പ്രാധാന്യം, നമുക്ക് ഹെൽത്ത് വൈസും നമ്മൾ നോക്കണമല്ലോ. അപ്പം നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ദം ചെയ്യുന്നതിന് മുമ്പായി ഇതിൻ്റെ മുകളിലോട്ട് 2 കളർ ചേർത്താൽ മതി. അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പം നമ്മുടെ ചിക്കനും തന്നെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് വെന്തുടഞ്ഞിട്ടില്ല, അതുപോലെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, റൈസും ചിക്കനും ഒക്കെ നന്നായി ഇവിടെ ദമ്മായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 2 രീതിയിൽ സെർവ് ചെയ്യാം കേട്ടോ. ഇത് റൈസും ചിക്കനും മിക്സ് ചെയ്തിട്ട് നമ്മൾ ബിരിയാണി സെർവ് ചെയ്യുന്ന പോലെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റൈസ് ആദ്യം നമ്മൾ ഒരു പാത്രത്തിലോട്ട് വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഏതായാലും ഞാനിപ്പോൾ 2 രീതിയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കാബരി നമുക്ക് സെർവ് ചെയ്യാം. എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കൻ കാബരി? പൊളിയാ? സുർബിയാന്റെ ടേസ്റ്റ് ഇല്ലേ? എനിക്ക് കഴിച്ചു നോക്കിയപ്പോ അങ്ങനെ തോന്നിയത്. സുർബിയാന്റെ ഫ്ലേവർ ഉണ്ട് അല്ലേ? ഋഷുവ, ഇഷ്ടപ്പെട്ടോ ബിരിയാണി? എത്രത്തോളം രസമുണ്ട്? 10 രസമുണ്ടോ? ആ, ഒക്കെ തിന്നാട്ടോ. എരിവൊന്നുമില്ലല്ലോ? ഇഷ്ടായില്ലേ? ഒക്കെ തിന്നണം കേട്ടോ. മോളൊരു ഇഷ്ടായോ? ഇക്കാക്കോ? കുഴപ്പമില്ലാന്നുള്ളൂ. എന്തിന്റെ ഒരു ഫ്ലേവറാ കിട്ടണേ? സുർബിയാന്റെ ഒരു ടേസ്റ്റ് ആണ്. എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. ബിരിയാണി സുർബിയാൻ ഒരു ബിരിയാണി ആണല്ലോ, പക്ഷെ എന്നാലും എനിക്ക് കൂടുതലും തോന്നിയത് സുർബിയാനാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് 2 മാസമൊന്നും ആയിട്ടുണ്ടാവില്ല, 1 മാസമായിട്ടുള്ളൂ ചിക്കൻ സുർബിയാൻ ഷെയർ ചെയ്തിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണട്ടോ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഒരു അറബിക് റൈസും ബിരിയാണിൻ്റെ ഒക്കെ ഒരു മിശ്രിതം എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളം കൊടുക്കും, വെള്ളം കൊടുക്കും. എന്താ റഷോ? ഉമ്മമാർക്ക് തുയാനുമില്ല, തുയാനും 2 സിയാനും മമ്മ കുടിക്ക് പോയിക്കണോ? ഓന്റെ ഉമ്മാന്റെ കുടിക്ക് ഞാനല്ലോ പറയട്ടെ. സിയാനും മാഷിയും എത്ര മാർക്കാണെന്നറിയോ? 1. ഞാനും മാത്രം എത്ര മാർക്കാണെന്നറിയോ? 100. അതെ, കണ്ടോ? സിയാനെ ഞാൻ മറിച്ചതാ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കാബരി റൈസിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നാളെ മറ്റൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്